സത്യത്തെ 3 ദിവസത്തിൽ കൂടുതൽ ശവക്കല്ലറിൽ വെക്കാൻ കഴിയുകയില്ല. സത്യം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മന്ത്രി പുങ്കുവന്മാരോ അല്ലെങ്കിൽ ഭരണാധിപന്മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് കേൾക്കുന്ന ഏവരുമേ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ നിങ്ങളാക്കി തീർത്തത് ഇവിടുത്തെ ക്രൈസ്തവരാണ്. നിങ്ങൾ ഇന്ന് മാറുമറച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാർ മുലക്കരം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നെന്ന് മറന്നു പോകരുത്. നിങ്ങൾ പനകേറികളും തെങ്ങുകേറികളുമായി നടന്നപ്പോൾ നിങ്ങളെ അതിൽ നിന്ന് വലിച്ചു താഴെ ഇറക്കി വിദ്യാഭ്യാസം തന്ന് നിങ്ങളെ അക്ഷരം പഠിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടുന്നതായ ജ്ഞാനം തന്ന് ഭരണാധിപന്മാരാക്കി ഭരണകൂടത്തിന്റെ ചിരാകേന്ദ്രങ്ങളിൽ നിങ്ങളെ ഇരുത്തിയത് ഇവിടുത്തെ ക്രൈസ്തവരാണ്, ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരാണ്. നിങ്ങളത് മറക്കുന്നു, നിങ്ങൾ മറക്കുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, തന്ന കൈ മറന്നാലും തിന്ന വായ മറക്കരുതെന്ന്. നിങ്ങൾ മറക്കുകയാണ്. മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ അക്ഷരം പഠിപ്പിച്ചപ്പോൾ നിങ്ങളെ എഴുതാൻ പഠിപ്പിച്ച കരങ്ങളെ നിങ്ങൾ വെട്ടിയെടുത്തു, ഇല്ലേ? നിങ്ങൾ വെട്ടിയെടുത്തില്ലേ? വെട്ടിയെടുത്തു, വെട്ടി വലിച്ചെറിഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് കലിയടങ്ങിയില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ക്രൈസ്തവർ രാജ്യദ്രോഹികളാണെന്ന് വിളിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്കെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് ലജ്ജയുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്തു നിന്ന് രാജിവെച്ചിറങ്ങിയാണ് വേണ്ടിയത്. പക്ഷെ ഞങ്ങൾ നിങ്ങളെ രാജിവെപ്പിക്കുകയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നാണം കെട്ടിറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വികാരവശാൽ സംസാരിക്കുന്നതല്ല, യാഥാർത്ഥ്യങ്ങളാണ് എല്ലാവരുടെയും മുമ്പാകെ അറിയിക്കുന്നത്. ഇവിടെ ക്രൈസ്തവര് പുരോഗതിക്ക് എതിരാളികളാണെന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാർ യാതൊരു ലജ്ജയുമില്ലാതെ തൊലിക്കട്ടിയുടെ കാഠിന്യം കൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മൾ തെരഞ്ഞെടുത്തു വിട്ട് നമ്മളെ ഭരിക്കുവാൻ, നയിക്കുവാൻ, ഭരിക്കാനല്ല നയിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ, നമുക്ക് മാർഗദർശനം കാണിച്ചു തരുവാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തായിട്ടുള്ള നേതാക്കന്മാർ അവര് യാതൊരു ലക്ഷ്യമില്ലാതെ പറഞ്ഞു, ക്രൈസ്തവ സമൂഹം എക്കാലവും പുരോഗമനങ്ങൾക്ക്, പുരോഗതികൾക്ക് എതിരായിട്ട് നിന്നിട്ടുണ്ടെന്ന്. ഒരെണ്ണം നിങ്ങൾക്ക് പറയാമോ? ഒരെണ്ണം, ഒരു ചെറിയ വിരലെങ്കിലും ക്രൈസ്തവൻ പുരോഗതിക്കെതിരെ അനക്കിയതിനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എന്നാൽ ആയിരക്കണക്കിന് പുരോഗമനപരമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തത് അക്കമിട്ട് നിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞാൻ ചില വസ്തുതകളിലേക്ക് വരികയാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്ത് അതിന്റെ സമീപ പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് ലോകത്തിന് മുമ്പാകെ നെഞ്ചോടപ്പോടുകൂടെ നെഞ്ചു വിരിച്ചു നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ പറയാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ വിഷയമുണ്ടെങ്കിൽ അതെന്താണ്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ കുറിച്ചാണ്. ആ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അത് ആരംഭിച്ചതിന്റെ ചരിത്രം പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ പിന്നിലുള്ള ചില യാഥാർത്ഥ്യങ്ങളെ പലരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതൊന്ന് പറയണം എന്ന് എനിക്ക് തോന്നുകയാണ്. അത് ഒന്ന് അറിയണം. ക്രൈസ്തവർ പുരോഗമനത്തിന് എതിരാളികളാണെന്ന് പറയുന്നതിന് ഒരൊറ്റ ഉദാഹരണം കൊണ്ട് തന്നെ അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ സാധ്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതിന്റെ ഉത്ഭവത്തെ കുറിച്ചൊന്ന് പറയട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാന ഭാജ്യമായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം എന്ന് പറയുന്നതായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റായിരുന്ന അഭിവന്യ ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്നേഹിതരും കൂടെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇന്തോനേഷ്യ സന്ദർശിക്കുവാനിടയായി. ഇന്തോനേഷ്യയിൽ ചെന്നപ്പോൾ അവിടുത്തെ യുവ ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യമാർന്ന വ്യത്യസ്തമായ മതങ്ങൾ, വ്യത്യസ്തമായ ആശയങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഭരണ കേന്ദ്രങ്ങളൊക്കെ ഉള്ള ആ മഹാരാജ്യം, ആ മഹാരാജ്യത്തില് ജനങ്ങൾ ഐക്യത്തോടുകൂടെ കഴിയുന്നു. അവർ തമ്മിൽ കലാപങ്ങളില്ലാതെ, അവർ തമ്മിൽ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കഴിയുന്നു. ആ രാജ്യത്തിന്റെ തൊട്ടയൽവശത്ത് കിടക്കുന്ന പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഒക്കെ പൊട്ടിത്തെറിക്കുമ്പോഴും വളരെ സൗഹാർദ്ദപരമായിട്ട് ബഹുമാനപ്പെട്ട ദേവപ്രസാദ് സാർ പറഞ്ഞതുപോലെ ഐക്യത്തോടുകൂടെ കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് ഹൈന്ദവനെന്നോ പാർസിയെന്നോ മുസ്ലിമെന്നോ ക്രൈസ്തവനെന്നോ യഹൂദനെന്നോ അല്ലെങ്കിൽ ജൈനക്കാരനെന്നോ ബുദ്ധമതക്കാരനെന്നോ അല്ലെങ്കിൽ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ തോളോട് തോൾ ചേർന്നുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു?
എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതായ മറുപടി ക്രൈസ്തവ സഭയുടെ അഭിമാനമായിട്ടുള്ള വാക്കുകളായിരുന്നു. അതെന്താണെന്ന് അറിയണ്ടേ? അദ്ദേഹം പറഞ്ഞു, എല്ലാ മതങ്ങൾക്കും 2 തലങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും 2 തലമുണ്ട്. അതിലൊന്ന് തിയോളജി അഥവാ ദൈവശാസ്ത്രം, മറ്റൊന്ന് സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയത. ദൈവശാസ്ത്ര തലത്തിൽ മറ്റുള്ള മതക്കാരുടെ ദൈവശാസ്ത്ര വിഷയത്തിൽ നമ്മൾ കൈവെക്കാതെ ഇരുന്നാൽ ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പോകുവാനായിട്ട് സാധിക്കും. അതിന് അദ്ദേഹം പറഞ്ഞതായ മനോഹരമായ ഉദാഹരണമാണ് തുമ്പയെപ്പറ്റി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആദരണീയനായിരുന്ന ഗുരുജി, അവർ രണ്ടുപേരും കൂടെ ഇവിടെ 1960 വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഡോക്ടർ വിക്രം സാരാഭായ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അധ്യാപകനും ഡോക്ടർ APJ അബ്ദുൽ കലാമും കൂടെ ഈ പ്രദേശത്തേക്ക് വന്നപ്പോൾ തുമ്പ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയാണ് അദ്ദേഹം നോക്കുമ്പോൾ കാന്തിക ഭൂമധ്യരേഖ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അവിടെ വെച്ച് റോക്കറ്റ് വിക്ഷേപണത്തിന് ഏറ്റവും യോജ്യമായിട്ടുള്ള സ്ഥലമാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ആ വിഷയം അന്നത്തെ ആ പ്രദേശത്തിന്റെയൊക്കെ ആത്മീക ഗുരുവായിരുന്ന അഭിവന്യ പീറ്റർ പെരേര പിതാവിനോട് ലാറ്റിൻ സഭയുടെ, ലത്തീൻ കത്തോലിക്ക സഭയുടെ ആദരണീയനായിരിക്കുന്ന സമൂഹത്തിന്റെ ഏറ്റവും ഊർജ്ജമായിരുന്ന ആ പിതാവിനോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഇക്വിലിബ്രിയം കാണപ്പെടുന്നു, ഇവിടെ വെച്ച് നമുക്ക് റോക്കറ്റ് വിക്ഷേപണം നടത്തുവാൻ സാധിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അങ്ങയുടെ അഭിപ്രായം എന്താണ്? അവിടെ അരമനയുണ്ട്, അവിടെ പള്ളിയുണ്ട്, പള്ളിയുടെ മേടയുണ്ട്, അവിടെ സ്കൂളുണ്ട്, ആതുരാലയങ്ങളുണ്ട്, സിസ്റ്റേഴ്സിന്റെ മഠമുണ്ട്, അച്ഛന്മാരുടെ വാസസ്ഥലമുണ്ട്. അത് കൂടാതെ 180 ഏക്കറോളം സ്ഥലത്ത് പാർക്കുന്ന ജനനിബിഡമായിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നത്തിന്റെ വാക്താവായിരിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞു, അത് നമുക്ക് ഈ സ്വപ്നം ഈ ഭൂമിയിൽ നടത്തണം. സ്വയസിദ്ധമായി പ്രശ്നങ്ങളെ നോക്കി പുഞ്ചിരിക്കാൻ കഴിവുള്ള അഭിവന്യ പീറ്റർ പെരേര തിരുമേനി അബ്ദുൽ കലാമിനോടും അതുപോലെ സാരാഭായിയോടും പറഞ്ഞു, നാളെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇവിടെ ഒരു ജനസമൂഹം വരും. ആ ജനസമൂഹം കുർബാനയ്ക്ക് വരുന്നതാണ്. ആ കുർബാനയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാം. രണ്ടുപേരും പ്രശ്നങ്ങളെ നോക്കി പുഞ്ചിരിക്കാൻ കഴിവുള്ളവരായതുകൊണ്ട് അന്യോന്യം പുഞ്ചിരിച്ചുകൊണ്ട് അന്ന് രാത്രി പിരിഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ജനനിബിഡമായിരിക്കുന്ന ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് ആ ജനസമുദ്രത്തെ സംബോധന ചെയ്തുകൊണ്ട് അഭിവന്യ പീറ്റർ പെരേര പിതാവ് പറഞ്ഞു, ശാസ്ത്രം പുരോഗമിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുള്ളൂ. ശാസ്ത്രം നമുക്ക് മൈക്ക് തരും, ശാസ്ത്രം നമുക്ക് ഫോൺ വിളിക്കാനുള്ള അവസരം തരും, ശാസ്ത്രം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും. അതുകൊണ്ട് ഈ പ്രഗത്ഭരായിരിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന യുവശാസ്ത്രജ്ഞനും അതുപോലെ ഡോക്ടർ സാരാഭായ് എന്ന് പറയുന്ന വിക്രം സാരാഭായ് എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായിരിക്കുന്ന ഈ ശാസ്ത്രജ്ഞനും വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കാൻ സാധിക്കണമെന്നുള്ളത് കൊണ്ടാണ്. അവർ നോക്കുമ്പോൾ നമ്മുടെ ഈ മനോഹരമായ ദേവാലയം, ഈ ദേവാലയത്തോട് ചേർന്നുള്ള ആതുരാലയങ്ങൾ, ഇതിനോട് ചേർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, ഇവിടെ നിങ്ങൾ പാർക്കുന്നതായ ഈ 180 ഏക്കറോളം വരുന്ന സ്ഥലം, ആ സ്ഥലം മുഴുവനും അവർക്ക് വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകാൻ കഴിയുള്ളൂ. നമ്മൾ എന്തു പറയുന്നു? ഒരൊറ്റ വിമത ശബ്ദം പോലും ഉയരാതെ ആ ജനക്കൂട്ടം ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തങ്ങളുടെ കരങ്ങളെ കൊടുത്തുകൊണ്ട് ഒന്നടങ്കം പറഞ്ഞു, ആമേൻ, ആമേൻ, ആമേൻ. ആ 3 ആമീൻ ഭാരതത്തെ സംബന്ധിച്ച് ആ വലിയൊരു സമൂഹം ഇന്ന് ദേശദ്രോഹികളെന്നും രാജ്യദ്രോഹികളെന്നും മുദ്ര കുത്തപ്പെട്ട അവരുടെ പൂർവികന്മാർ, അവരുടെ പിതാക്കന്മാർ, അവരുടെ അമ്മമാർ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ ജ്യേഷ്ഠന്മാർ, അവർ ആ സ്ഥലം ഒന്നടങ്കം വിട്ടുകൊടുത്തു. അന്ന് സർക്കാർ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു, എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് നഷ്ടമായതൊക്കെ ഞങ്ങൾ തിരികെ തരും. 1960 ആ വാഗ്ദാനം കൊടുക്കുന്നത്. മാറി മാറി ഭരണം പലരും ഭരിച്ചു. പക്ഷേ ഈ 58 വർഷം എന്ന് പറഞ്ഞാൽ ഒരു തലമുറ മുഴുവനും മണലിൽ കുഴികുത്തിയും
മണലിൽ ചെറിയ ചെറിയ കുടിലുകൾ നിർമ്മിച്ചും വെയിലും മഴയും താണ്ടിക്കൊണ്ട് ആ വെയിലും മഴയും കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സമസ്ത മേഖലകളിലും വേദനപ്പെട്ടുകൊണ്ട് 58 വർഷം പാർത്തു. ഓരോ സർക്കാരുകളും വാഗ്ദാനങ്ങൾ പുതുക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ 2018 അവർക്ക് സ്വന്തമായ ഒരു കൂര ഉണ്ടായത്. ആലോചിച്ച് നോക്കിയേ, 58 വർഷം. ഇസ്രായേൽ മക്കൾ 40 വർഷമാണ് മരുഭൂമിയിലൂടെ നടന്നതെങ്കിൽ 58 വർഷം തുമ്പയിലെ ലാറ്റിൻ ക്രൈസ്തവ സമൂഹം അവരുടെ മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ, അവർക്കുണ്ടായിരുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിൽ സഹായം കിട്ടാതെ, അവർക്കുണ്ടായിരുന്ന ആത്മീക കാര്യങ്ങളിൽ വേണ്ടുന്ന വിധത്തിലുള്ള കൈത്താങ്ങലുകൾ കിട്ടാതെ, ആ ചൂടും മഴയും ഒക്കെ ഏറ്റുകൊണ്ട് ആ കടലോരങ്ങളിൽ പാർക്കേണ്ടി വന്നു 58 വർഷം. എന്നിട്ടാണ് വീണ്ടും നിങ്ങൾ വികസനത്തെ കുറിച്ച് പറയുന്നതല്ലേ? 58 വർഷം ഞങ്ങളുടെ ചോരയും ഞങ്ങളുടെ നീരും ഞങ്ങളുടെ അസ്ഥിയുടെ അസ്ഥിയും ഞങ്ങളുടെ മാംസത്തിന്റെ മാംസവുമായ ഞങ്ങളുടെ പിതാക്കന്മാരെ, ഞങ്ങളുടെ പൂർവികന്മാരെ കഷ്ടപ്പെടുത്തിയിട്ട് അവർ വേദന അനുഭവിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു പാർപ്പിടം ഒരുക്കി കൊടുക്കുവാൻ 58 വർഷം നിങ്ങൾക്കായെങ്കിൽ നിങ്ങൾ വിഴിഞ്ഞത്ത് വന്നിട്ട് വീണ്ടും വികസനത്തെ കുറിച്ച്, സിംഗപ്പൂരിനെ കുറിച്ച് പ്രഖ്യാപിക്കണം. നാണമില്ലേ നിങ്ങൾക്ക്? ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ലജ്ജയുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ചു പോകും. പക്ഷേ നിങ്ങൾ രാജിവെക്കരുത്. നിങ്ങൾ അവിടെ ഇരിക്കണം. നിങ്ങൾ കുറച്ചും കൂടെ അറിയണം. നിങ്ങളുടെ തൊലിക്കെട്ടിയുടെ വലിപ്പം ലോകം അറിയണം. എന്നിട്ടാണ് അവരുടെ സന്താന പരമ്പരകളെ, അവരുടെ സഹോദരങ്ങളെ കയറി രാജദ്രോഹികളെന്ന് വിളിക്കുന്നത്. രാജദ്രോഹികളെന്ന്. എന്നിട്ടോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു പാമ്പിനെ ചവിട്ടിയാൽ അത് തിരിഞ്ഞു കൊത്താതിരിക്കുമോ? ഏതെങ്കിലും ഒരു നായുടെ വായിൽ കൊണ്ടുവന്ന് കോല് കുത്തിവെച്ചു കഴിഞ്ഞാൽ അത് കടിക്കാതിരിക്കുമോ? എന്നിട്ടും ആ പാവങ്ങൾ ഒരു അക്ഷരം മിണ്ടിയില്ല. അവരുടെ പ്രതിനിധീകരിക്കുന്ന ഒരു പട്ടക്കാരൻ വേദനയുടെ അങ്ങേയറ്റം കടിച്ചമർത്തിക്കൊണ്ട് ഒരു യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരൊറ്റ സെന്റൻസിനെ എടുത്തുകൊണ്ട് ചാനലുകളിൽ ചർച്ചയാക്കി. ഈന്തപ്പഴത്തിന്റെ മന്ത്രി എന്നറിയപ്പെട്ടതായ മുൻ മന്ത്രി ആ വിഷയം എടുത്തുകൊണ്ട് ഉറതുള്ളി. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അദ്ദേഹം ഈന്തപ്പനയുടെ രുചിയൊക്കെ അന്ന് ആസ്വദിച്ചവനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് കയ്പായി ക്രൈസ്തവനെ കുറിച്ച് ഇങ്ങനെ ഉറതുള്ളി. അത് കഴിഞ്ഞപ്പോൾ കുഴിയുടെ മന്ത്രി എന്നറിയപ്പെടുന്ന മന്ത്രിയും രംഗത്തിറങ്ങി ക്രൈസ്തവനെ കുറ്റപ്പെടുത്തുവാനായിട്ട്, പുരോഹിതന്മാരെ കുറ്റപ്പെടുത്തുവാനായിട്ട്. നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ തൊലി കാണ്ടാമൃഗത്തിന്റെ തൊലിക്ക് സമമാണോ? അതോ സാധാരണക്കാരന്റെ തൊലിയാണോ നിങ്ങൾക്കുള്ളത്? ക്രൈസ്തവൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യാതിരുന്നിട്ടുള്ളത്? എന്റെ സമയം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. 1960 ആ തൊമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഭാരതത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ, പീറ്റർ പെരേര എന്ന് പറയുന്ന ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഒരു മെത്രാച്ചൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇവിടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടാകുകയില്ലായിരുന്നു. അവർ സ്വമനസാല വിട്ടുകൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഒരു റൂം, ഒരു മുറി ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഏത് പാർട്ടി ആയിക്കോട്ടെ. നിങ്ങളുടെ കാര്യ മന്ദിരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യമന്ദിരങ്ങൾ ഏതെങ്കിലും ഒരു അനാഥനെ താമസിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഇല്ല, കൊടുക്കാറില്ല. കാരണം എന്താണ്? നിങ്ങളെല്ലാം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നവരാണ്, കൊടുക്കുന്നവരല്ല. എന്നാൽ ക്രൈസ്തവൻ അങ്ങനെയല്ല. അവൻ കൊടുക്കാനാണ് പഠിച്ചിരിക്കുന്നത്. അവൻ കൊടുക്കുന്നവനാണ്. അവന്റെ ദൈവം അവൻ തന്നെത്താൻ കൊടുത്തവനാണ്. ക്രൂശിൽ തന്റെ ജീവനെ തന്നുകൊണ്ടാണ് അവൻ മാതൃക കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ളതൊക്കെ കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കൊടുത്തിട്ടേ ഉള്ളൂ, ഇനിയും കൊടുക്കും. നിങ്ങൾ എത്രമാത്രം ക്രൂരമ്പ് ഞങ്ങൾക്ക് നേരെ എഴുതാലും ഞങ്ങൾ കൊടുത്തുകൊണ്ടേ